ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോ ഹോണ്ട പാഷൻ പ്രോ വണ്ടിയാണ്. അതിന് നിലവിൽ 2 കംപ്ലൈൻറ്റാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് പെട്രോൾ ഓവർഫ്ലോ പോകുന്നുണ്ട്, പിന്നെ എൻജിൻ സൈഡിൽ നിന്ന് ഓയിലിലേക്ക്. അപ്പോൾ പെട്രോൾ ഓവർഫ്ലോ പോകുന്ന കംപ്ലൈൻറ്റ് ശരിക്കും പറഞ്ഞാൽ കാർബറേറ്ററിൻ്റെ പ്രോബ്ലമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വേറൊരു അഡീഷണൽ ഒരു കാർബറേറ്റർ കൂടി നിങ്ങൾ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു കസ്റ്റമർ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് ഓൾറെഡി വളരെ മോശമായിട്ടുള്ള കാർബറേറ്ററാണ്. കാരണം ഞാൻ അതിൻ്റെ ഫ്ലോട്ട് വാൽവിൻ്റെ അവിടെയൊക്കെ ഷിമ്മൊക്കെ വെച്ചിട്ട് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്. ഈ കാർബറേറ്റർ കൊണ്ടുവന്ന കാർബറേറ്റർ നമുക്ക് ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പറ്റില്ല. വണ്ടിയും ഇരുന്നേർന്ന കാർബറേറ്റർ ചെക്ക് ചെയ്യുമ്പോൾ അതും പ്രശ്നം തന്നെയാണ്. കാരണം ഞാൻ അതിൻ്റെ സീറ്റിങ്ങൊക്കെ പോയതൊക്കെ അതിൻ്റെ ഉള്ളിൽ ഫ്ലോട്ട് വാൽവ് എന്ന ഭാഗത്ത് അതിൻ്റെ സീറ്റിങ് കംപ്ലൈൻ്റ് ആണ്. നമുക്ക് പരമാവധി അതൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. അതിന് ശേഷം ഈ ഫ്ലോട്ടിൻ്റെ ഈ വാൽവ് മാത്രം ഒന്ന് മാറ്റിയിട്ട് നോക്കാം. കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എന്ന് വെച്ചാൽ തേയ്മാനം നല്ല രീതിയിലുണ്ട്. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം എന്നുള്ളതാണ് അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. വീണ്ടും റിപ്പീറ്റ് പ്രോബ്ലം വീണ്ടും കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാർബറേറ്റർ യൂണിറ്റ് മാറ്റിക്കളയണതാണ് ഏറ്റവും സേഫ്. പുതിയ കാർബറേറ്റർ മേടിച്ച് കയറ്റാം, അതാണ് നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും വിട്ട് നമ്മൾ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഫ്ലോട്ടിൻ്റെ വാൽവ് മാത്രം ഒന്ന് മാറ്റിയിടാം. അതിന് തന്നെ വരും ഏകദേശം ഒരു 200-200 ചില്ലാൻ രൂപ അതിന് വരുന്നുണ്ട്. പിന്നെ അതൊരു ക്ലീനർ വെച്ചിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് ആ ഫംഗസ് പോലെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. വീണ്ടും റിപ്പീറ്റ് കംപ്ലൈൻറ്റ് വരാണെന്നുണ്ടെങ്കിൽ മാറ്റി പുതിയത് വെക്കേണ്ടി വരും കേട്ടോ. വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഈ കാർബറേറ്ററിൻ്റെ അവസ്ഥ. കൊണ്ടുവന്ന കാർബറേറ്റർ ഫുള്ള് ഡാമേജാണ്. അത് നമുക്ക് ഒരു രീതിയിൽ ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ എഞ്ചിൻ ഓയിൽ ലീക്കിൻ്റെ എന്ന് പറഞ്ഞാൽ 2 സൈഡിൽ നിന്നുണ്ട്. ഒന്ന് നമുക്ക് ഈ ഫ്ലൈ വീലിൻ്റെ സൈഡ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് അതിൻ്റെ ഓയിൽ സീലൊക്കെ പോയിട്ട് ഇവിടെ നിന്ന് ലീക്കായിട്ടുണ്ട്. അതിന് പുറമെ നമുക്ക് കിക്കറിൻ്റെ ഭാഗത്ത് ഈ സൈഡിൽ നിന്നും അത്യാവശ്യം നല്ല രീതിയിൽ ലീക്ക് കാണിക്കുന്നുണ്ട്. ഈ സൈഡിൽ നിന്ന് അത് കിക്കർ ഓയിൽ സീൽ പോയേക്കണതാണ്. അപ്പോൾ അത് നമുക്ക് മാറ്റിയിട്ട് ക്ലിയർ ചെയ്യാം. ഓയിൽ സീലിൻ്റെ ദിവസമൊക്കെ മാറ്റി ക്ലിയർ ചെയ്യാവുന്നുള്ളൂ. പിന്നെ എഞ്ചിൻ ഓയിൽ നോക്കുമ്പോൾ ഓയിൽ ലെവൽ വളരെ കുറവായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ആ ലീക്കായി പോയേക്കണ ഓയിൽ കുറച്ച് ടോപ്പപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഓയിൽ മോശമാണ്. അപ്പോൾ ടോപ്പപ്പ് ചെയ്താലും മതി തൽക്കാലം. 3000 കിലോമീറ്ററാണ് നമുക്ക് അതിൻ്റെ ഓയിൽ റീപ്ലേസ്മെൻറ്റ് മാറ്റേണ്ട കിലോമീറ്റർ കേട്ടോ. അപ്പോൾ തൽക്കാലം ഓയിൽ ലീക്ക് ഇങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ആണ് ആ ഓയിൽ ലെവൽ കുറഞ്ഞേക്കണേ. അപ്പോൾ അത് നമുക്ക് ഓയിലൊന്ന് മെയിൻറ്റെയിൻ ചെയ്തേക്കാം. ഇതാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന വർക്ക്. പിന്നെ ചെയിനൊക്കെ എന്തിനും ലൂസ് ഉണ്ട്, അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യാം. ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്ത് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു സൗണ്ടൊക്കെ വരുന്നുണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്തേക്കാം. അതൊക്കെയാണ് മെയിനായിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ കാർബറേറ്ററിൻ്റെ കേസ് പ്രത്യേകം ശ്രദ്ധിക്കുക. കാർബറേറ്റർ കംപ്ലൈൻറ്റ് ഓവർഫ്ലോ വരില്ല എന്ന് 100% പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി തേമാനമുള്ള കാർബറേറ്ററാണ്. റിപ്പീറ്റ് കംപ്ലൈൻറ്റ് വരാണെങ്കിൽ മാറ്റി പുതിയത് വെക്കേണ്ടി വരും കേട്ടോ.